നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. KSTA ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ പൊതുവിദ്യാലയ ക്യാമ്പയിനിന്റെ ഭാഗമായി 2024-25 അധ്യയന വർഷത്തെ നവാഗതരെ വീടുകളിലെത്തി സന്ദർശിക്കുകയും വിദ്യാലയങ്ങളിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. മണ്ണുത്തിയിൽ ബസ്സിൽ കടത്തിയ 12 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പുതുക്കാട് വടക്കേത്തുറവിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ 1.5 പവൻ വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. പരിയാരത്ത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കാറിന്റെ ചില്ലുകൾ ഹെൽമറ്റ് കൊണ്ട് അടിച്ചു പൊളിച്ച് കാറുടമയെ ആക്രമിച്ചതായി പരാതി. വാർത്തകൾ വിശദമായി. KSTA ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ പൊതുവിദ്യാലയ ക്യാമ്പയിനിന്റെ ഭാഗമായി 2024-25 അധ്യയന വർഷത്തെ നവാഗതരെ വീടുകളിലെത്തി സന്ദർശിക്കുകയും വിദ്യാലയങ്ങളിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. കൊടകര അഴകത്ത് സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ PC മുഖ്യപ്രഭാഷണം നടത്തി. ചാലക്കുടി BPC CG മുരളീധരൻ, കൊടകര ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക MK ഡെയ്നി, PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ, MPTA പ്രസിഡന്റ് മഞ്ജുഷ സതീഷ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരും PTA അംഗങ്ങളും സന്നിഹിതരായിരുന്നു. KSTAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടിക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ സംഘാടകരോടും നേതാക്കളോടും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നല്ലൊരു ക്യാമ്പയിനായിട്ടാണ് എനിക്കിത് തോന്നിയത്. KSTA നിരവധി ക്യാമ്പയിനുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ഹൃദ്യമായ ഒരു ക്യാമ്പയിനായിട്ട് തോന്നി. കാരണം വിദ്യാർത്ഥികളെ അന്വേഷിച്ച് വീടുകളിലേക്ക് അധ്യാപകർ വരിക എന്ന് പറയുമ്പോൾ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അല്ല, അത് കുട്ടികളെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതൊരു അറിവാണ്. കുട്ടികളെ കുട്ടികളാണ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്ന് കൂടി മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വിളിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനാവും. അത് 100% ഉറപ്പാണ്. മറ്റൊന്നുമല്ല, അത് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ, നമ്മുടെ സാങ്കേതിക സൗകര്യങ്ങളെല്ലാം തന്നെ, നമ്മുടെ ഡിജിറ്റൽ മാധ്യമങ്ങളെല്ലാം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമോ ആ ജീവിക്കുന്ന രീതിയിലേക്ക് അധ്യാപകരോടൊപ്പം കുട്ടികളുടെ വീടുകൾ കയറിയിറങ്ങുകയും കുട്ടികളെ ചേർക്കാനായിട്ട് എന്താ പറയുക, അതിൻ്റെ ഒരു ആദ്യ പടി എന്നോണം മാഷാണ് അതിന് മുൻകൈ എടുത്തതെന്ന് ടീച്ചർ വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടെ എന്നോട് പറയുകയുണ്ടായി. പ്രസിഡന്റിന്റെ പേരാണ്. കാരണം നമ്മൾക്ക് ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖത്തെ വരവേൽക്കാനും അല്ലാതെ തിരക്കുകൾക്കിടയിൽ ഓടി വന്ന് കർമ്മം നടത്തിയിട്ട് പോകുന്ന ഒരു മുഖം, അത് രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ആ ചിരിച്ച മുഖം തന്നെ വളരെ സന്തോഷത്തോടെ വന്ന് പ്രവർത്തനങ്ങളിൽ. മണ്ണുത്തിയിൽ ബസ്സിൽ കടത്തിയ 12 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. പുന്നയൂർക്കുളം കല്ലാറ്റിൽ ഷമിൽ ഷെരീഫ് ആണ് അറസ്റ്റിലായത്. തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും NH പട്രോളിംഗ് സംഘവും ചേർന്ന് മണ്ണുത്തിയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ BL ഷിബുവിന്റെ നേതൃത്വത്തിൽ 3 ടീമുകളായി തിരിച്ചായിരുന്നു വാഹന പരിശോധന നടത്തിയിരുന്നത്. ആന്ധ്രയിലെ കഞ്ചാവ് മൊത്ത വിതരണക്കാരിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആലുവയിലേക്ക് കടത്തുന്നതിനിടയിലാണ് എക്സൈസ് പിടികൂടിയത്. ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് ശേഖരിക്കുന്ന പ്രതി കഞ്ചാവ് ചെറിയ പൊതികളിലാക്കി ഒരു പൊതിക്ക് 650 രൂപ നിരക്കിലാണ് വിതരണം ചെയ്തിരുന്നത്. പിടിച്ചെടുത്ത കഞ്ചാവ് 1200ഓളം ചെറു പൊതികളിലാക്കി വിൽക്കാനായിരുന്നു പദ്ധതി. ആന്ധ്രയിൽ നിന്നും 50,000 രൂപ കൊടുത്തു പ്രതി വാങ്ങിയ കഞ്ചാവ് ചെറു പൊതികളിലാക്കി വിൽക്കുമ്പോൾ 7,50,000 രൂപ ലഭിക്കുമെന്ന് പ്രതി എക്സൈസിനോട് പറഞ്ഞു. ആലുവയിലും പെരുമ്പാവൂരിലുമായി ഒരു ദിവസം 100ഓളം ചെറുപൊതികൾ വിൽപ്പന നടത്താറുണ്ടെന്നും പ്രതി സമ്മതിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശങ്കർ പ്രസാദ്, സുദർശനകുമാർ, ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ TG മോഹനൻ, KM സജീവ്, പ്രിവന്റീവ് ഓഫീസർമാരായ MM മനോജ് കുമാർ, VR ജോർജ്, MK കൃഷ്ണപ്രസാദ്, MS സുധീർ കുമാർ, TR സുനിൽ, PB സിജോമോൻ, BV കൃഷ്ണകുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പുതുക്കാട് വടക്കേത്തുറവിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ 1.5 പവൻ വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. ആലപ്പുഴ താമരക്കുളം പനങ്ങാട് അമ്പാടി വീട്ടിൽ 41 വയസ്സുള്ള പ്രദീപിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി 13 കേസിനാസ്പദമായ സംഭവം. വൈകിട്ട് 7ഓടെ ബൈക്കിൽ വന്ന പ്രതി റോഡിലൂടെ നടന്നു വന്ന വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു.
പ്രതിയുടെ പേരിൽ കൊരട്ടി, ഒല്ലൂർ, വിയൂർ, തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകളിൽ മാല പൊട്ടിച്ച കേസുകളുണ്ട്. കൂടാതെ ബംഗളൂരുവിൽ നിരവധി മാല പൊട്ടിക്കൽ, കള്ളനോട്ട് കേസുകളുമുണ്ട്. ബംഗളൂരുവിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച പ്രതി കഴിഞ്ഞ ഒക്ടോബറിൽ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയതിനു ശേഷം ഇവിടെയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വരികയായിരുന്നു. പുതുക്കാട് പോലീസ് SHO സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SIമാരായ പ്രദീപ് കുമാർ, സുധീഷ്, CPO ശ്രീജിത്ത് തുടങ്ങിയവർ അറസ്റ്റിന് നേതൃത്വം നൽകി. പരിയാരത്ത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കാറിന്റെ ചില്ലുകൾ ഹെൽമറ്റ് കൊണ്ട് അടിച്ചു പൊളിച്ച് കാറുടമയെ ആക്രമിച്ചതായി പരാതി. തിങ്കളാഴ്ച വൈകിട്ട് 5:30യോടെയാണ് സംഭവം. കൊടകര സ്വദേശിയും മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ കണ്ണമ്പള്ളി വീട്ടിൽ KO വർഗീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പൂവത്തിങ്കലിൽ പോയി മടങ്ങി വരുന്നതിനിടെ കാറിന് മുന്നിലൂടെ സൈഡ് നൽകാതെ കുറേ ദൂരം ബൈക്ക് ഓടിച്ചു പോകുന്നവരോട് സൈഡ് നൽകണം എന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രകോപിതരായി കാറിന്റെ മുൻവശത്തെയും വശങ്ങളിലെയും ചില്ല് ഹെൽമറ്റ് കൊണ്ട് തല്ലി പൊട്ടിക്കുകയും വർഗീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. മാമ്പ്ര പൈങ്കാവിൽ വിവിധയിടങ്ങളിൽ മോഷണം. കപ്പേളകളുടെ ഭണ്ഡാരങ്ങളും കടയും കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. ഭണ്ഡാരപ്പെട്ടികളിൽ നിന്ന് മോഷണം പോയ തുക വ്യക്തമല്ല. കടയിൽ നിന്നും 15,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നഷ്ടമായി. 2 ബൈക്കുകളിലായി 6 പേരടങ്ങുന്ന സംഘം ലോക്കുകളും മറ്റും മുറിക്കുന്നതിനുള്ള കട്ടർ ഉപയോഗിച്ചാണ് മോഷണം നടത്തിയതെന്ന് കരുതുന്നു. പുലർച്ചെ 3:15 മോഷണം നടത്തിയിരിക്കുന്നത്. 5 യുവാക്കളും ഒരു പെൺകുട്ടിയും സംഘത്തിലുണ്ടായിരുന്നു. മാമ്പ്ര പൈൻകാവ് കപ്പേളയും അതിനോട് ചേർന്നുള്ള പട്ടമ്മാടി ബെന്നിയുടെ PP സ്റ്റോഴ്സും 50 മീറ്റർ ദൂരെയുള്ള മറ്റൊരു കപ്പേളയും ഇവർ കുത്തിത്തുറന്നിട്ടുണ്ട്. മോഷണം നടത്തണമെന്ന ലക്ഷ്യത്തോടെ ആയുധങ്ങളുമായി എത്തിയ ഇവർ നിമിഷങ്ങൾക്കുള്ളിലാണ് 3 മോഷണം നടത്തിയിരിക്കുന്നത്. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. ഞാൻ രാവിലെ 6:30 കട തുറക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പൂട്ട് പൊളിച്ച് തുറന്ന് കിടക്കണമായിട്ടാണ് കണ്ടത്. അപ്പം തന്നെ മെമ്പറെ വിളിച്ച് വിവരം അറിയിച്ചു. മെമ്പർ വന്നു കഴിഞ്ഞപ്പോൾ മെമ്പർ നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു. പോലീസ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പോലീസ് വണ്ടി വന്നു. എന്നോട് പറഞ്ഞു രേഖാമൂലം പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ പോയി കേസ് ആക്കിക്കോളാൻ പറഞ്ഞ് എഴുതി കൊടുത്തു. അതിനുശേഷം പിന്നെ ഡോഗ് സ്ക്വാഡും മറ്റേ വിജിലൻസോ അല്ലാണ്ടൊക്കെ ഇവിടെ വന്നായിരുന്നു. പ്രേംജിത്ത് അത്തേക്കാട്ടിൽ സുരഭി ഗ്രൂപ്പ് വിന്നേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്കും നമ്പാടൻ ഫാമിലി ട്രസ്റ്റ് ചെറുവാളൂർ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി ചെറുവാളൂർ ഗ്രൗണ്ട് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 5ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മെയ് 2 മുതൽ 5 വരെ വാളൂർ NSHS ഫ്ലഡ്ലിറ്റ് മൈതാനത്ത് നടക്കും. മെയ് 2 വൈകിട്ട് 7 സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാൻ ശശി ചക്രമത്ത് അധ്യക്ഷത വഹിക്കും. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ മുഖ്യ അതിഥിയാകും. വൈകിട്ട് 7, 8 എന്നീ സമയങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ പ്ലേ ബോയ്സ് തൃശൂർ, സിദ്ധാൻ ബോയ്സ് കരുവന്തല, ചീനിക്കാസ് ബ്രദേഴ്സ് ചാലക്കുടി, യങ് സ്റ്റാർ കൊടുങ്ങല്ലൂർ, സ്ട്രൈക്കേഴ്സ് കൊച്ചിൻ, ഗ്ലോബൽ ആലുവ, ലബാംബ മാള, ഹാപ്പി ഫ്രണ്ട്സ് ചെറുവാളൂർ എന്നീ 8 ടീമുകൾ പങ്കെടുക്കും. സെമി ഫൈനൽ മത്സരങ്ങൾ മെയ് 4 വൈകിട്ട് 7 8 നടക്കും. ഫൈനൽ മത്സരം മെയ് 5 വൈകിട്ട് 8 നടക്കും. മെയ് 5 വൈകിട്ട് 7 നടക്കുന്ന സമാപന യോഗത്തിൽ ഗ്രൗണ്ട് ബ്രദേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് MH നൌഷാദ് അധ്യക്ഷത വഹിക്കും. ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ KF ബെന്നി മുഖ്യ അതിഥിയാകും. പ്രേംജിത്ത് അത്തേക്കാട്ടിൽ സുരഭി ഗ്രൂപ്പ്, പൗലോസ് നമ്പാടൻ ചെറുവാളൂർ, NA അമീർ നെയ്ച്ചേരി, കുലയിടം ലാമിയർ ഗ്രൂപ്പ് എന്നിവർ വിശിഷ്ട അതിഥികളാകും. മത്സരത്തിൽ 1ാം സമ്മാനം നേടുന്ന ടീമിന് പ്രേംജിത്ത് അത്തേക്കാട്ടിൽ സുരഭി ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകും. 2ാം സ്ഥാനം നേടുന്ന ടീമിന് ചെറുവാളൂർ നമ്പാടൻ ഫാമിലി ട്രസ്റ്റ് സ്പോൺസർ ചെയ്യുന്ന ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകും. പ്രവേശനം സൗജന്യമായിരിക്കും. പത്രസമ്മേളനത്തിൽ MH നൌഷാദ് പ്രസിഡന്റ്, KH ഫൈസൽ സെക്രട്ടറി, CS സുജേഷ് ക്ലബ് ട്രഷറർ, ശശി ചക്രമത്ത് ചെയർമാൻ, VK മോഹനൻ ജനറൽ കൺവീനർ, രാധാകൃഷ്ണൻ മേലാപ്പള്ളി ട്രഷറർ, ബാബു നമ്പാടൻ വൈസ് ചെയർമാൻ, PK സിദ്ദിഖ് കൺവീനർ, VA മുഹമ്മദ് റഫീഖ് കൺവീനർ എന്നിവർ പങ്കെടുത്തു. ഏകദേശം 15 വർഷം മുമ്പ് ചെറുവാളൂരിലെ നല്ലവരായ കുറച്ച് ചെറുപ്പക്കാരോട് കൂടിയിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് പ്രമുഖസ്. ജാതിയോ മതമോ വാക്കോ വാർണോ ഒന്നുമില്ലാതെ നല്ലൊരു കൂട്ടായ്മയായിട്ട് ഇന്നും അത് ഭംഗിയായിട്ട് നടന്നുകൊണ്ട് അവരുടെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ടൂർണമെന്റ്
സംഘടിപ്പിക്കുന്നു. 15 വർഷങ്ങളായിട്ട് ഞങ്ങൾ അഖില കേരള ടൂർണമെൻറ്റുകൾ നടത്തി വരുന്നു. 2009 ആരംഭിച്ച ക്ലബ്ബാണത്. 2009 ഞങ്ങൾ അടുപ്പിച്ച് ഒരു 5 വർഷം ഞങ്ങൾ റെഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ കോവിഡിൻ്റെയും ഈ പ്രളയത്തിൻ്റെയും ഒക്കെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് മാത്രമാണ് ഫ്ലൈറ്റ് ലിസ്റ്റിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾ സാധാരണ ഈവനിങ് ടൂർണമെൻറ്റ് നടത്തി വരുന്നത്. ഈ തവണ ഞങ്ങൾ റെഡിലേക്ക് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു 4 സെന്റ് ഭൂമി വാങ്ങി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6655 രൂപ, പവന് 53,240 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSTA ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ പൊതുവിദ്യാലയ ക്യാമ്പയിനിന്റെ ഭാഗമായി 2024-25 അധ്യയന വർഷത്തെ നവാഗതരെ വീടുകളിലെത്തി സന്ദർശിക്കുകയും വിദ്യാലയങ്ങളിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. മണ്ണുത്തിയിൽ ബസ്സിൽ കടത്തിയ 12 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പുതുക്കാട് വടക്കേത്തുറവിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ 1.5 പവൻ വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. പരിയാരത്ത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കാറിന്റെ ചില്ലുകൾ ഹെൽമറ്റ് കൊണ്ട് അടിച്ചു പൊളിച്ച് കാറുടമയെ ആക്രമിച്ചതായി പരാതി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.